ലാസ്റ്റ് ടൈം എപ്പോഴാണ് നിങ്ങളൊരു റെസ്റ്റോറൻറ്റിൽ നിന്ന് അല്ലെങ്കിൽ ഒരു ബേക്കറിന്നോ കഫേന്നോ നല്ല ചോക്ലേറ്റിൽ മുങ്ങിയ സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് കഴിച്ചത് ഓർമ്മയുണ്ടോ? ആ മൊമെൻറ്റിനെ മനസ്സിൽ നല്ലോണം ധ്യാനിച്ചോളൂ. കാരണം നമ്മൾ ഇന്ന് അതിനേക്കാളും ഒട്ടും മോശമല്ലാത്ത ഒരു ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കാൻ പോവാണ് വീട്ടിൽ തന്നെ. ഓക്കെ, റെഡി? ഹലോ, നമസ്കാരം, വെൽക്കം ടു മൈ ചാനൽ. എൻ്റെ പേര് പൂജ. ഇന്ന് നിങ്ങളുടെയോ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ആരുടെയെങ്കിലും ബർത്ത്ഡേയോ വെഡിങ് ആനിവേഴ്സറിയോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്പെഷ്യൽ ഡേ ആണെന്നുണ്ടെങ്കിൽ മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ കേട്ടോ. നമുക്ക് കേക്ക് ഇല്ലാതെ ഒരു ആഘോഷമില്ല. പക്ഷേ ഈ സമയത്ത് നമ്മൾ കേക്ക് വാങ്ങിക്കാൻ പുറത്തു പോകുന്നതും അല്ലെങ്കിൽ ഓൺലൈനിൽ ഓർഡർ ചെയ്തിട്ട് അവർ കൊണ്ടുവന്ന് വല്ല ഇൻഫെക്ഷനൊക്കെ ആവുന്നതൊക്കെ വലിയ റിസ്ക് ആണ് അല്ലേ? അപ്പൊ അതുകൊണ്ട് ആരും ആ റിസ്ക് എടുക്കാൻ പോകണ്ട. നമുക്ക് വീട്ടിൽ തന്നെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കേക്ക് ഉണ്ടാക്കാം. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസും ഉണ്ട്. അപ്പൊ നേരെ കിച്ചണിൽ പോയിട്ട് നമുക്ക് കേക്ക് ഉണ്ടാക്കാം. അതിനു മുമ്പ് പ്രൊഫഷണൽ ആയിട്ട് കേക്ക് ഒക്കെ ഉണ്ടാക്കുന്നവർ അല്ലെങ്കിൽ എക്സ്പേർട്ട് ആയിട്ടുള്ളവർ ഈ വീഡിയോ ദയവ് ചെയ്ത് കാണരുത്, അല്ലെങ്കിൽ കണ്ടു കഴിഞ്ഞാലും ജഡ്ജ് ചെയ്യാൻ നിൽക്കരുത്. കാരണം ഇത് വളരെ കേക്ക് മേക്കിങ്ങിലും ബേക്കിങ്ങിലും ഒക്കെ വളരെ അമേച്വർ ആയിട്ടുള്ള ഒരാളുടെ വീഡിയോ ആണ് എന്ന് വിചാരിച്ച് ഒന്ന് സഹകരിച്ചേക്കണം കേട്ടോ. സാധാരണ ആർക്കും ഉണ്ടാക്കാവുന്ന ഒരു കേക്കാണ്. ഓക്കെ, ലെറ്റ്സ് ഗോ ടു ദ കിച്ചൺ ആൻഡ് മേക്ക് ദ കേക്ക്. അപ്പം നമ്മുടെ ഈ കേക്ക് ഉണ്ടാക്കാനായിട്ട് നമ്മൾ മൈദയോ ബേക്കിംഗ് സോഡയോ ബേക്കിംഗ് പൗഡറോ ഒന്നും ഉപയോഗിക്കുന്നില്ല. ചോക്ലേറ്റ് ബിസ്ക്കറ്റ്, അതാണ് നമ്മുടെ പ്രധാന കഥാപാത്രം. ഇതിലേത് ചോക്ലേറ്റ് ബിസ്ക്കറ്റ് വേണമെങ്കിലും എടുക്കാം. പക്ഷെ ഞാൻ എടുക്കുന്നത് ഓറിയോന്റെ ചോക്ലേറ്റ് ബിസ്ക്കറ്റ് ആണ്. അപ്പോൾ ക്രീമുള്ള ബിസ്ക്കറ്റ് എടുക്കുകയാണെങ്കിൽ നല്ലതാണ് കേട്ടോ. ഇതാ ഇവിടെ ഒരാൾ ബിസ്ക്കറ്റ് കഴിക്കാൻ വന്നിട്ടുണ്ട്. ഈവു, ഒരു ബൈറ്റ് കൊടുത്തേക്കാം. ഓക്കെ, അപ്പോൾ ഈ ബിസ്ക്കറ്റിനെ നമുക്കിനി ഒന്ന് നന്നായിട്ട് കറക്കിയെടുത്ത് നല്ല പൊടിയാക്കണം. ഓക്കെ, നല്ല നൈസ് സ്മൂത്ത് ആയിട്ടുള്ള പൊടിയാക്കിയെടുക്കുക. എന്നിട്ട് ഇതുപോലെ നല്ല പൊടിയാക്കി എടുത്തതിന് ശേഷം നമുക്ക് കുറച്ച് പാൽ ഇതിലേക്ക് ആഡ് ചെയ്യണം. പാലെന്ന് പറയുമ്പോൾ ഒരു 1/2 കപ്പ്. നിങ്ങൾ ഏകദേശം ഒരു കണക്കനുസരിച്ച് എടുത്താൽ മതി. അതിൻ്റെ കൺസിസ്റ്റൻസി ഞാൻ കാണിച്ചു തരാം. ഈ മാവിൻ്റെ, അതായത് ഈ കേക്ക് ഉണ്ടാക്കുന്നതിൻ്റെ ബാറ്ററിൻ്റെ, മാവ് എന്നൊന്നും പറയാൻ പാടില്ല, ബാറ്റർ. ഓക്കെ, അപ്പം ഞാൻ ഇതിലേക്ക് ആ ഒരു പാൽ പാടയോട് കൂടിയിട്ടാണ് ഇടുന്നത്. കാരണം അപ്പോൾ ഒരു ബട്ടറി ടെക്സ്ചറും കൂടെ നമുക്ക് കിട്ടും. ഓക്കെ, ഇതാണ് ടെക്സ്ചർ. ഇത് താഴെ വീഴുമ്പോൾ ഇങ്ങനെ സ്ക്വയർ ആയിട്ട് വരുന്നില്ലേ? അതാണ് അതിൻ്റെ കറക്റ്റ് ടെക്സ്ചർ. ഓക്കെ, അപ്പോൾ എളുപ്പമുണ്ടല്ലോ നമുക്ക് മനസ്സിലാക്കാൻ. ഇനി എന്താ ഇവിടെ കേക്ക് മേക്കിങ്ങിൽ ദോശക്കല്ലിന് കാര്യമെന്നാണെങ്കിൽ, നമ്മൾ ഇന്ന് കേക്ക് ഉണ്ടാക്കാൻ പോകുന്നത് ദോശക്കല്ലിലാണ്. ഇതൊരു പുരാവസ്തു പോലത്തെ ദോശക്കല്ലാണ് കേട്ടോ. ഒരുപാട് വർഷം പഴക്കമുള്ള ദോശക്കല്ലായതുകൊണ്ടാണ് ഇതിൻ്റെ ലുക്ക് ഇത്തിരി ഇങ്ങനെ ഇരിക്കുന്നത്. ലുക്ക് ഇത്തിരി മോശമായാലും ആൾ നല്ല കിടുവാണ്. അപ്പോൾ നമ്മൾ കേക്ക് എന്തിലാണോ ഉണ്ടാക്കുന്നത് ആ പാത്രം എടുക്കുക. ഞാനിപ്പോൾ സാധാരണ ആൾക്കാർക്ക് എങ്ങനെ കേക്ക് ഉണ്ടാക്കാം എന്നുള്ളതാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് പ്രൊഫഷണൽ ആയിട്ടുള്ള കേക്ക് മേക്കിംഗ് മെറ്റീരിയൽസ് ഒന്നും ഞാൻ യൂസ് ചെയ്യുന്നില്ല. ഞാൻ ഇവിടെ ഒരു പഴയ ചെറിയ കുക്കറിൻ്റെ പാത്രമാണ് എടുക്കുന്നത്. ഇതിൽ നന്നായിട്ട് ഓയിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട്, ഓയിലോ ബട്ടർ ഉണ്ടെങ്കിൽ അതാണ് നല്ലത്. നന്നായിട്ട് അപ്ലൈ ചെയ്തിട്ട് ഇതുപോലെ ബാറ്റർ ഒന്ന് ഒഴിച്ച് ഒന്ന് തട്ടി കൊടുത്തേക്കുക. ആ ബബിൾസ് പോകാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ. പിന്നെ അതിൻ്റെ കറക്റ്റ് ആ ഷേപ്പിൽ വരാൻ വേണ്ടിയിട്ടുമാണ്. എന്നിട്ട് ഇത് നമ്മുടെ നേരത്തെ തന്നെ ഒന്ന് ചൂടാക്കി വെച്ചിരിക്കുന്ന ദോശക്കല്ലിലേക്ക് വയ്ക്കുക ഈ പാത്രം. എന്നിട്ട് ഒന്ന് അടച്ചു വെച്ച് 15 മിനിറ്റോളം മതി നമുക്ക് ബേക്ക് ചെയ്യാനായിട്ട്. പിന്നെ നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഒന്ന് സ്പ്രെഡ് ചെയ്യാനായിട്ട് ചോക്ലേറ്റ് ഉണ്ടെങ്കിൽ നല്ലതാണ്. ചോക്ലേറ്റ് ഇല്ലെങ്കിൽ വേണ്ട, കുഴപ്പമില്ല. ഉണ്ടെങ്കിൽ ഇതുപോലെ കുറച്ച് വെള്ളം ചൂടാക്കിയിട്ട് അതിൻ്റെ മുകളിലൊരു പാത്രത്തിൽ ഇതുപോലെ ചോക്ലേറ്റ് വെച്ച് കുറച്ച് മിൽക്ക്, അതായത് പാലും കൂടെ ഒഴിച്ച് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കുക. 15 മിനിറ്റ് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ കേക്ക് ഇങ്ങനെ തുറന്ന് നോക്കാം. അപ്പം സംഭവം റെഡി ആയിട്ട് സുന്ദര കുട്ടപ്പനായിട്ട് ഇരിപ്പുണ്ടാവും. ഓക്കെ, ഇനി ഉള്ളിൽ വെന്തിട്ടില്ലേ നോക്കാനായിട്ട് ഒരു ചെറിയ നൈഫ് എടുത്തിട്ട് ഇതുപോലെ ആ ഒരു ചെക്കിങ് ചെയ്താൽ മതി. അപ്പോൾ നൈഫിലൊന്നും പിടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ, കത്തിയിലൊന്നും പിടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിനർത്ഥം കേക്ക് റെഡിയാണ് എന്നുള്ളതാണ്. എന്നിട്ട് അത് പുറത്തേക്ക് എടുക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ഇതുപോലെ ഒന്ന് വിടർത്തി കൊടുക്കുക. എന്നിട്ട് നമ്മുടെ കേക്കിൽ ഇതുപോലെ ഫോർക്ക് വെച്ചിട്ട് ഒന്ന് ചെറിയ കുത്തുകൾ കൊടുക്കുക കേട്ടോ. ഇത് എന്തിനാന്നുള്ളത് നിങ്ങൾ ചോദിച്ചാൽ, ഇത് എൻ്റെ ഒരു ഐഡിയ ആണ് കേട്ടോ. അത് ചിലപ്പം സില്ലി ആയിട്ട് തോന്നിയേക്കാം കേക്കൊക്കെ ഉണ്ടാക്കി പരിചയമുള്ളവർക്ക്. പക്ഷേ ഉള്ളിൽ നല്ല മോയ്സ്ചർ കിട്ടാൻ വേണ്ടിയിട്ടാണിത്. നമ്മളിത് കട്ട് ചെയ്യുന്നില്ലല്ലോ. സാധാരണ എല്ലാവരും കട്ട് ചെയ്യാറുണ്ട്, 2ആയിട്ട് കട്ട് ചെയ്തിട്ട് ആണ് ഒഴിക്കാറ്. അപ്പോൾ നമ്മൾ ആ ചോക്ലേറ്റ് മിക്സ് ഉണ്ടാക്കി വെച്ചിട്ടില്ലേ, അത് നമ്മൾ ഇതിലേക്ക് ഒഴിക്കുകയാണ് കേട്ടോ. ഇനി നിങ്ങളുടെ കയ്യിൽ ചോക്ലേറ്റ് ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ കേക്ക് ഉണ്ടാക്കുന്ന മിക്സർ ഉണ്ടല്ലോ,
മിക്സ്ചർ ഉണ്ടല്ലോ അതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ഇതിന് മുകളിലേക്ക് ഒഴിച്ചാൽ മതി. ഓക്കെ, അങ്ങനെ നമുക്ക് കേക്ക് ഡെക്കറേറ്റ് ചെയ്യാം. നമ്മുടെ ചോക്ലേറ്റ് കേക്ക് റെഡി ആയിട്ടുണ്ട്. ഞാനിതിനെ എന്താ പറയുക, വേറെ ഒന്നും ചെയ്തിട്ടില്ല, ഡെക്കറേറ്റ് ഒന്നും ചെയ്തിട്ടില്ല, പ്ലെയിൻ ആയിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി കലാപരമായിട്ട് ക്രിയേറ്റീവായിട്ടൊക്കെ അതിനെ ഡെക്കറേറ്റ് ചെയ്താം. ഓക്കെ, ഹാപ്പി ബർത്ത്ഡേ ഒക്കെ എഴുതുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. അപ്പം നമ്മുടേതാ വളരെ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള, പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന, ആർക്കും ഉണ്ടാക്കാവുന്ന, എനിക്ക് തോന്നുന്നു കുട്ടികൾക്ക് വരെ ഉണ്ടാക്കാവുന്ന ഒരു കേക്കാണിത്. റെഡിയാണ്. എത്ര സോഫ്റ്റ് ആണെന്നറിയോ? ഞാൻ കാണിച്ചു തരാം കണ്ടോ. സംഭവം സത്യമായിട്ട് ഞാൻ വിചാരിച്ചേക്കാളും നല്ല ഗംഭീരമായിട്ട് വന്നിട്ടുണ്ട്. റിയലി സോഫ്റ്റ് ആൻഡ് ആ ഒരു മോയ്സ്ചറൊക്കെ നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്ത് വരുന്ന ആഘോഷങ്ങൾക്കൊക്കെ ഇതുപോലെ വീട്ടിൽ തന്നെ പറഞ്ഞ ഇൻഗ്രീഡിയൻസ് ഒക്കെ വാങ്ങിച്ചിട്ട് കേക്ക് ഉണ്ടാക്കി ആഘോഷിക്കാൻ ശ്രമിക്കാം. ഓക്കെ, ലെറ്റ്സ് ബി സേഫ്. എങ്ങനെയുണ്ട് നമ്മുടെ തട്ടിക്കൂട്ട് ഷടപടയെന്നുണ്ടാക്കാവുന്ന കേക്ക്? കിടുവല്ലേ? ഓക്കെ, അടുത്ത വീഡിയോയിൽ വീണ്ടും നമുക്ക് സന്ധിக்கலாம். അതുവരെ എല്ലാവരും ഹാപ്പി ആയിരിക്കണം, സേഫ് ആയിരിക്കണം, വീട്ടിൽ തന്നെ ഇരിക്കണം മാക്സിമം. ഓക്കെ, ആൻഡ് കീപ് വാച്ചിങ് ദ വെജി പൂജ വീഡിയോസ്. ബൈ.